എൻ്റെ പേര് ഷീന സുജിത്ത്. ഞാൻ പൂച്ചണ്ടിപ്പാടത്തു നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് രഞ്ജിനി പ്രശാന്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവന് സിസ്റ്റിക് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് അസുഖമാണ്. ആൾക്ക് ഇപ്പോൾ 7 വയസ്സായിട്ടുണ്ട്. 7 വയസ്സായ കുട്ടി എന്നാലും 12 കിലോ വെയിറ്റേ ഉള്ളൂ. ബോഡി വളരെ വീക്കാണ്. കൂടാതെ മോന് ലങ്സിന് കംപ്ലൈൻ്റ് ഉണ്ട്. ജനിച്ചൊരു 7 മാസം മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളതാണ്. കുറേ ഹോസ്പിറ്റലിൽ, തൃശ്ശൂരുള്ള ഒരുവിധ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അമൃതയിൽ എത്തുന്നത്. അമൃതയിൽ ചെന്ന് അവിടെയും ജനറ്റിക് ടെസ്റ്റ്, ആ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തി. പക്ഷേ ആ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുള്ള റിസൾട്ട് ഡോക്ടർ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ് പറയണത്. പിന്നെ ICUവിൽ ഒരു 12 ദിവസം ആൾ തീരെ അവശതയായിട്ട് തന്നെ കിടന്നിട്ടുണ്ട്. ഡോക്ടറെ വിളിക്കും. ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല, അവന് ധൈര്യമായിട്ടിരിക്കും. പക്ഷെ അപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞ് എന്തെങ്കിലും ഒരവസ്ഥ, അവൻ്റെ തീരെ അവശത എന്തെങ്കിലും അവസ്ഥ പറഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ഡോക്ടറെ വിളിക്കുക. ഡോക്ടർ അതൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ നല്ലോണം സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം ഡോക്ടർ വരുമ്പോഴേക്കും പറയും ഡോക്ടർ ഇന്നലത്തേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ആളൊക്കെ ഉഷാറായി വരുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ചേക്കാളും ആൾ നല്ല ഉഷാറായി വരുന്നുണ്ടെന്ന് പറയും. പിന്നെ ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ വരും. ആദ്യമൊക്കെ അവന് ആഴ്ചയിൽ 2 ദിവസം വരെയായിരുന്നു ഇവിടെ ഹീൽ ചെയ്യാനായിട്ട്. ഇവന് ലങ്സിന് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഡാമേജ് ആയ കാരണം ആൾക്ക് പുറത്തേക്കൊന്നും ഇറക്കാൻ പറ്റില്ല. നമ്മുടെ വായുവിലൊക്കെ നിറയെ അണുക്കളല്ലേ, അണുക്കൾ അവൻ്റെ ശ്വാസകോശത്തിലേക്ക് കയറി ഓരോ തരം ബാക്ടീരിയകൾ കയറാണ്. അപ്പോൾ അതുകൊണ്ട് അവന് തീരെ അവശതയായിട്ട് വരുന്ന സമയമാണ്. പിന്നെ അവന് സ്ഥിരം മരുന്ന് മുടങ്ങാൻ പാടില്ല. ഭയങ്കര വിലയുള്ള മരുന്നാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ട് മേടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, അത് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങില്ല, ഒരു തരത്തിൽ മുടങ്ങില്ല. അവൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു വിഷമം വിചാരിക്കണ്ട. എങ്ങനെയായാലും അവൻ്റെ ചികിത്സ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ 2 വർഷമായി ഞങ്ങൾ അവൻ്റെ ചികിത്സ കൊണ്ടുപോകണത്. യോഗിക് ഹീലിങ്ങിൻ്റെ ഇവിടെ വന്നേ പിന്നെ മനസ്സിനൊക്കെ ഒരു ധൈര്യം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവനെ കൊണ്ട് എങ്ങനെ ഞാൻ ജീവിക്കും. ഡോക്ടേഴ്സ് പറഞ്ഞത് 15 വയസ്സിൽ അപ്പുറം ആൾക്ക് എന്തായാലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇവിടെ വന്നേ പിന്നെ മനസ്സിനൊക്കെ നല്ലൊരു ധൈര്യം, നമുക്ക് എന്തും നേരിടാമെന്നുള്ളൊരു ശക്തി. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു തൈറോയിഡ്, പിന്നെ അങ്ങനെ ചെറിയ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ആശ്വാസം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് ചെറുതായിട്ട് ഫിക്സിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് മൈഗ്രെയിനിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിരുന്നു. ഡോക്ടറെ അടുത്ത് വന്നേ പിന്നെ ആൾ ഇപ്പം നല്ല നോർമലായി. ഇപ്പം മരുന്ന് കഴിക്കുന്നില്ല. എന്ത് ടെൻഷനായി എന്തുണ്ടെങ്കിലും രഞ്ജിനി ഡോക്ടറെ വിളിച്ച് ഒന്ന് സംസാരിച്ച് ആൾക്കൊരു ആശ്വാസമാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യും. ഡോക്ടറെ അടുത്ത് വന്നേ പിന്നെ എൻ്റെ മോനെ പുതിയൊരു ജീവൻ വെച്ച പോലെയാണ്. എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച എൻ്റെ മോൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് തിരികെ തന്നത് ഡോക്ടറാണ്. അതിൽ വളരെയേറെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്.